നിക്ഷേപകർക്കൊരു സന്തോഷ വാർത്ത. സ്വർണത്തിനും വെള്ളിക്കും പിന്നാലെ ഇനി കോപ്പർ അഥവാ ചെമ്പിലും നിങ്ങൾക്ക് ETF വഴി നിക്ഷേപം നടത്താം. എന്താണ് ഈ പുതിയ മാറ്റം എന്ന് നോക്കാം. സ്വർണത്തിനും വെള്ളിക്കും പുറമെ മറ്റ് ലോഹങ്ങളുടെയും ETFകൾ തുടങ്ങാനുള്ള പദ്ധതിയിലാണ് മ്യൂച്വൽ ഫണ്ട് കമ്പനികളും കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളും. സെബിയുടെ അനുമതിയോടെ മാത്രമേ സ്വർണത്തിനും വെള്ളിക്കും പുറമെ പുതിയ ETF തുടങ്ങാൻ കഴിയൂ. ഗോൾഡ് സിൽവർ ETFകളിൽ നിക്ഷേപകരുടെ താല്പര്യം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. ആഗോള രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ കാരണം സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില സർവകാല റെക്കോർഡിലേക്ക് ഉയർന്നതാണ് ഗോൾഡ് സിൽവർ ETFകളിൽ ഡിമാൻഡ് ശക്തമാകാൻ ഇടയാക്കിയത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 11,226 കോടി രൂപയിൽ നിന്ന് 2025 ഗോൾഡ് ETFകളിലെ നിക്ഷേപം 42,690 കോടി രൂപയിലേക്ക് ഉയർന്നിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്വർണ്ണവില 89%, വെള്ളിവില 201%മാണ് വർദ്ധിച്ചത്. ഇതിനൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കോപ്പറിന്റെ വിലയിലും 51% വർധനമുണ്ടായി. നിക്ഷേപകർക്ക് ഇതൊരു വലിയ അവസരമാണ് നൽകുന്നത്. 2025 ഡിസംബർ അവസാനത്തോടെ ഇന്ത്യയിലെ മൊത്തം ETF നിക്ഷേപം ഏകദേശം 10.9 ലക്ഷം കോടി രൂപയാണ്. ഇതിൽ 18% സ്വർണം, വെള്ളി എന്നിവയിലാണെന്നാണ് ആംഫി പറയുന്നത്. ബാക്കി ETF നിക്ഷേപം ഓഹരികളിലും കടപ്പത്രങ്ങളിലുമാണ്. രാജ്യത്തെ നിയമങ്ങൾ പ്രകാരം സ്വർണം, വെള്ളി എന്നിവ ഒഴികെയുള്ള കമ്മോഡിറ്റി ETFകൾ തുടങ്ങുന്നത് ബുദ്ധിമുട്ടാകുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. സെബിയുടെ നിയമപ്രകാരം ETF തുടങ്ങുമ്പോൾ അത്രയും മൂല്യമുള്ള ലോഹം ഭൗതികമായി സൂക്ഷിക്കണം. സ്വർണത്തെ അപേക്ഷിച്ച് കോപ്പറിന്റെ മൂല്യം കുറവായതിനാൽ വലിയ അളവിൽ ഇത് ശേഖരിച്ചു വെക്കാൻ വമ്പൻ സൗകര്യങ്ങളും വലിയ ചെലവും വേണ്ടിവരും. ഇതാണ് കമ്പനികൾക്ക് മുന്നിലുള്ള പ്രധാന തടസ്സം. തടസ്സങ്ങൾ ഉണ്ടെങ്കിലും സെബിയുടെ അനുമതി ലഭിച്ചാൽ കോപ്പർ ETFകൾ വിപണിയിൽ വിപ്ലവം സൃഷ്ടിക്കും. നിക്ഷേപം വൈവിധ്യവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച ഓപ്ഷൻ ആയിരിക്കും.